സന്തോഷവാനും സന്തോഷവതിയാണോ? സന്തോഷമാണ്, ഹാപ്പിയാണ്. എമ്പുരാനോടൊപ്പം ധൈര്യം കാണിച്ച് അഭിലാഷം ഇറക്കണമെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് വലിയ ധൈര്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. ധൈര്യം ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? അതെ, അതല്ല അതിന്റെ ശരിയായ സാധനം. തീർച്ചയായിട്ടും. അല്ലാണ്ട് കച്ചവടം ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ കുറെയൊക്കെ നമ്മള് ഭാഗ്യം സിനിമയ്ക്ക് മെയിൻ ഒരു ഘടകമാണ്. ഇബ്രാന്റെ പിറക്കേന്റെ പേരിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ തിയേറ്റർ നമുക്ക് പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ല. അതൊരു നമ്മൾ വാശി കാണിക്കുമ്പോൾ വേറെ നഷ്ടങ്ങൾ സംഭവിക്കാം. അത് നമ്മളെ വാശിയായിട്ട് കാണിച്ചാലേക്ക് ആ നഷ്ടം നമ്മൾ പറയണതിൽ അർത്ഥമില്ല. നമ്മൾ കാണിച്ച ധൈര്യത്തിന് ചിലപ്പോൾ നമുക്ക് നഷ്ടം വരും. നമ്മളൊരു സുപ്രഭാതത്തിൽ കിണറ്റിൽ ചാടി കയറാൻ ശ്രമിക്കുമ്പോൾ മറ്റേ പിപ്പി അടിച്ച് വരുന്ന വണ്ടിയൊക്കെ കൊണ്ടുവരും, ചിലവര് കെട്ടിപ്പിടിച്ച് കയറും. അതുപോലത്തെ ഒരു സാധനമാണ്. എന്നാൽ പോലും നമ്മൾ അത് ഓട്ടോമാറ്റിക് കയറി അത് കവർ ചെയ്ത് ശരിക്കും നമ്മൾ സെറ്റായി വന്നു. അത് എങ്ങനെയൊക്കെ ഭാഗ്യം കൊണ്ട് നമുക്ക് പിന്നെ അത് തിയേറ്ററൊക്കെ വന്ന് അത്യാവശ്യം കളക്ഷനൊക്കെ വന്ന് കുഴപ്പമില്ലാണ്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റി. പിന്നെ നല്ല ഇടികൊള്ളിനോടത്ത് ഇങ്ങനെ നെഞ്ചും പിരിച്ച് നിന്ന് കൊള്ളാം. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോ അവർക്ക് മതിയാവുമ്പോ പോവാ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങനെയല്ലേ, തല്ലുമാലയിലൊക്കെ ഇടി കൊള്ളണത് ഒരു ചങ്കൂറ്റുള്ള സാധനമല്ലേ. ഈ ലോകത്ത് എവിടെയും ഒരു നായകനുണ്ടെങ്കിൽ ഒരു വില്ലനുണ്ട്. അതിന് ഉദാഹരണം നമ്മൾക്ക് പുരാണങ്ങളിൽ തുടങ്ങി ഉള്ള ഒരു സാധനമാണ്. മഹാഭാരതത്തിൽ രാവണനുണ്ട്, ശ്രീരാമനുണ്ട്. രാവണൻ മോശം ക്യാരക്ടറൊന്നുമല്ല. ഇമ്പുരാൻ സംഭവമാണെങ്കിൽ രാവണനും മോശമല്ല. രാവണൻ അഭിലാഷത്തിന്റെ ഒരു വേറെ വേഷമാണ്. അവിടെ ശ്രീരാമനാണെന്ന് മാത്രം. നമ്മളൊരു രാവണനായിരുന്നു. നമ്മൾ യുദ്ധം ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ്. ഒരു ദൈവീയമായ ശക്തി പോലും നമുക്ക് ഉണ്ടാവില്ല. ശ്രീരാമൻ എന്ന് പറയുന്നത് ദുഷ്ടനല്ലോ, ദൈവീയമായ ആൾക്കാരല്ലേ. അപ്പൊ ദൈവീയ ശക്തി ശരിക്കും ഇമ്പുരാനുണ്ടാവും. എന്തുകൊണ്ടാണ്? അത് ഈ മൊത്തം ഇൻഡസ്ട്രി മൊത്തം അവരുടെ കൂടെയാണ്. അപ്പൊ നമ്മൊരു കുഞ്ഞു സിനിമയായി ചെല്ലുമ്പോ അതിൻ്റെ ഒപ്പം യുദ്ധം ചെയ്യാനൊന്നല്ല. നമ്മൾക്കൊരു സിനിമ നന്നാവണം. ആ സിനിമ വലിയ സിനിമ ചെറിയ സിനിമ എന്നുള്ളൊരു സാധനമല്ല. ആരും നമ്മ പരാതി പരിഭവം പറയുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ 3-ാം വാരത്തിൽ സിനിമ നിൽക്കുന്നത്. നമ്മളിപ്പം ഏത് യുദ്ധം ചെയ്യാൻ പോയാലും ആ യുദ്ധം ചെയ്യുമ്പോൾ കുറെ അനുയായികൾ വേണമല്ലോ. ആ അനുയായികൾ പ്രേക്ഷകരായിട്ടുള്ള അനുയായികൾ കൂടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ 3-ാം വാരത്തിലേക്ക് സിനിമ. പിന്നെ അതാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം. സത്യം തന്നെ. സിനിമ ബേസിക്കലി എനിക്കും ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. അമ്മുനും ഈ സിനിമയായിട്ട് ഇപ്പം ശങ്കരേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു യുദ്ധമുഖത്തിലായിരുന്നു. കുറെ നാളുകളായിട്ട് ഈ സിനിമ ഒന്ന് ഇറക്കുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇറങ്ങി കഴിയുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ദിവസം ഓടുമ്പോൾ ഉള്ള ടെൻഷനുണ്ട്. അമ്മു എങ്ങനെയാണ് ഈ സിനിമ അത്ര ധൈര്യത്തിൽ, ശങ്കരേട്ടനൊക്കെ നിങ്ങളെല്ലാവരും തീരുമാനിച്ചെടുത്തൊരു ഉറപ്പിച്ചൊരു തീരുമാനമായിരുന്നു 29-ാം തീയതി എന്നൊരു സാധനം, മാർച്ച് 29 ആ ഒരു ഉറപ്പിലേക്ക് നിങ്ങളോട് യോജിച്ചൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നമ്മൾ നേരത്തെ തന്നെ അഭിലാഷം ശരിക്കും പറഞ്ഞ ഒരു ചെറിയ പടമാണ്. എനിക്കത് നമ്മളിലൊക്കെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള ഒരു അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ചെറിയ പടമാണ്. അപ്പം ഞാനത് ഓർത്തു, ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് നമ്മൾ പെരുന്നാളിന് അത് ഇറക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ പിന്നെ ഈ എമ്പുരാൻ്റെ ഡേറ്റ് ഇത് വന്നു കഴിഞ്ഞ് 27th, അത് 29th നമ്മൾ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് തിയേറ്റേഴ്സ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു കുറച്ച് തിയേറ്റേഴ്സ് വെച്ചാൽ നമ്മൾ ആദ്യം തുടങ്ങിയത്. ഭയങ്കര വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഇത് ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക്. കാരണം അഭിലാഷം അത്ര മോശം പടം അല്ലായിരുന്നു. ഒരു ചെറിയ പടമാണേലും രസമുള്ള പടമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ നമ്മൾ സിനിമകൾ നോക്കുമ്പോൾ ഒരു 2-3 ആഴ്ചയൊക്കെ ഒരു സിനിമ തിയേറ്ററിൽ ഓടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ നാളെ ഇപ്പം 3-ാമത്തെ ആഴ്ചയിലോട്ട് ഇത് ചെയ്യുവാണല്ലോ. തിയേറ്റേഴ്സ് കുറവാണ് നമുക്ക്. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് 29th എന്നുള്ളൊരു ഇത് തെറ്റായ ഒരു തീരുമാനമായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമൊന്നും അല്ലായിരുന്നു. പക്ഷേ നമുക്ക് ആ സമയത്ത് ഇറക്കണം നമുക്കും ഉള്ളൊരു എന്താ പറയാ, ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ തീരുമാനിച്ച് ഇറക്കുകയും ചെയ്തു. ഇപ്പൊ ഹാപ്പി അല്ലേ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.